ഹർഷന വിഷയത്തിൽ ഈ മാസം 27-ന് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്താൻ സമരസമിതി തീരുമാനിച്ചു. ഹർഷനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ഭാരവാഹികൾ കോഴിക്കോട് ജില്ലാ കളക്ടറെ കണ്ടു. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ ഹർഷന നടത്തുന്ന അനിശ്ചിതകാല സത്യഗ്രഹ സമരം 31 ദിവസം പിന്നിട്ടു. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷന നടത്തുന്ന സമരം 31 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാർച്ച് 1-ന് ഹർഷന കമ്മീഷണർക്ക് നൽകിയ പരാതിയിലെ പോലീസ് അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബുധനാഴ്ച സമരസമിതി നേതാക്കൾ കോഴിക്കോട് ജില്ലാ കളക്ടർ എ ഗീതയെ കണ്ടത്. വിഷയത്തിൽ അനുഭാവപൂർവ്വം ഇടപെടണമെന്ന് സമരസമിതി നേതാക്കൾ കളക്ടറോട് അഭ്യർത്ഥിച്ചു. സമരത്തെക്കുറിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. അതിനിടെ സമരം തുടരുന്ന സാഹചര്യത്തിൽ പ്രക്ഷോഭ രീതി മാറ്റുന്നതിന്റെ ഭാഗമായി 27-ന് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഹർഷനയെ മുന്നിൽ നിർത്തി ഞങ്ങൾ കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുവാൻ ഇന്നത്തെ സമരസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച നടക്കുന്ന മാർച്ചിൽ ഹർഷനയും അണിനിരക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെയും ബഹുജന മാർച്ചിൽ പങ്കെടുപ്പിക്കും. മാവൂർ റോഡിൽ നിന്നാണ് മാർച്ച് തുടങ്ങുക. ബലിപെരുന്നാളിന് മുൻപ് വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.